ഹലോ എവരിവൺ. അപ്പം ഇന്ന് ഞങ്ങളെല്ലാവരും ഒരു പ്രോഗ്രാമിൻ്റെ ഓഡിയൻസായിട്ട് ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. കുട്ടികളും ടീച്ചേഴ്സും എല്ലാവർക്കും ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും എക്സൈറ്റഡും ആണ്. നല്ല രീതിയിൽ ഒരുങ്ങി നല്ല സുന്ദരികളായിട്ടാണ് കുട്ടികളെല്ലാം വന്നത്. ഇത് വീഡിയോ എടുക്കണം എന്നുള്ളൊരു മൈൻഡ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, പേഴ്സണലി ഞാൻ എടുക്കുന്ന വീഡിയോസിൽ ചിലപ്പം എല്ലാവർക്കും വരണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. ചിലർ വീഡിയോയിൽ വരാൻ താല്പര്യമുള്ളവരല്ല. പക്ഷേ എന്തുകൊണ്ടോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്നായിരുന്നു ഒരു വീഡിയോ എടുക്കാം എന്നുള്ള തീരുമാനം. കുട്ടികൾ തന്നെയാണ് അതിൻ്റെ ഒരു റീസൺ. അങ്ങനെ അവർ പറഞ്ഞ പോലെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾക്ക് ഫുഡെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ്. നല്ല ഫുഡായിരുന്നു. പിന്നെ നേരെ തന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സാബു. ഫുൾ നെയിം എനിക്കറിയില്ല. സാബു ചേട്ടൻ വളരെ നല്ല രീതിയിലാണ് നമ്മളോടൊക്കെ ബിഹേവ് ചെയ്തത്. സ്റ്റുഡിയോയുടെ പുറം ഭാഗം ഇങ്ങനെയായിരുന്നു. കയറുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സൊക്കെ എടുക്കാനായിട്ട് ഞാൻ നോക്കി. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് നമുക്ക് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. നമ്മൾ അവരുടെ പ്രോഗ്രാമിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു അവസരമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് പുറത്തെ കാഴ്ചകൾ. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു ക്ലോക്ക് റൂം അവിടെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം വെച്ച് സ്റ്റുഡിയോയുടെ ഉള്ളിൽ കയറി. ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, റിയാലിറ്റി ഷോസിലൊക്കെ ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്ത സ്റ്റുഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയിരുന്നു ഇങ്ങനെ ഒരു റിയൽ എക്സ്പീരിയൻസ്. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായിരുന്നു. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫൈനലി ഫോട്ടോ സെഷനായിരുന്നു. ആക്ച്വലി പ്രോഗ്രാമിൻ്റെ ഹോസ്റ്റായിട്ടുണ്ടായിരുന്നത് സാബുമോനും അതുപോലെ നമ്മുടെ ശ്വേത മാമും ആയിരുന്നു. രണ്ടുപേരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രോഗ്രാം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്, അവരെപ്പോഴാണ് ഫ്രീ ആവുന്നത്, അതിനെപ്പറ്റി ഒരു ഐഡിയ നമുക്കുണ്ടായിരുന്നില്ല. അവരുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഉടനെ തന്നെ അവർ റിഫ്രഷ് ആവാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് പിന്നീട് അവരെ കാണാനായിട്ടൊരു അവസരം കിട്ടിയില്ല.